ഇതുവരെ നമ്മൾ കണ്ടത് ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ കണ്ടു, അതിന്റെ ഒരു 7 എക്സാമ്പിൾ പ്രോബ്ലംസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗ്രൂപ്പിന്റെ 5 പ്രോപ്പർട്ടീസ് കണ്ടിരുന്നു. ഇനി വീണ്ടും നമുക്ക് ഗ്രൂപ്പിന്റെ പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോപ്പർട്ടീസ് എടുത്തത്, എല്ലാ ക്ലാസ്സും പ്രോബ്ലം തന്നെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇനി നമുക്ക് പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ജാംബോർഡ് ഷെയർ ചെയ്യാം. ജാംബോർഡ് സ്ക്രീൻ എല്ലാവർക്കും വിസിബിൾ ആണല്ലോ അല്ലെ? ഇന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രോബ്ലം C0, അതായത് നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കളക്ഷൻ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ, അത് ഗ്രൂപ്പ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം C0 എന്ന് പറഞ്ഞാൽ അത് ഏത് സെറ്റ് ആണ് എന്നുള്ളത് നോക്കാം. C0 എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള എലമെന്റ്സ് ആണ് വരിക? C0 എന്നുള്ള സെറ്റില് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് ഫോമിലായിരിക്കും? A+IB ഫോമിലുള്ള കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് ഇതിലുണ്ടാവുക. where A and B are real numbers. എയും ബിയും സൈമൾട്ടേനിയസ്ലി 0 ആവില്ല. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് 0 എന്നുള്ള എലമെന്റ് ഒഴിവാക്കാനുണ്ട്. C0 ആയതുകൊണ്ട് A+IB ഫോമിലുള്ള നമ്പേഴ്സ്, അതിലെ 0 എന്ന് പറഞ്ഞാൽ 0+I×0 എന്നുള്ള നമ്പർ ഇല്ല. അതൊഴിച്ചുള്ള ബാക്കി എല്ലാ എലമെന്റ്സിന്റെയും കളക്ഷൻ ആണ് C0. ഇത് ഗ്രൂപ്പ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ നമുക്ക് റീകോൾ ചെയ്യാം. ഗ്രൂപ്പിന്റെ കൂടെ ഒരു ബൈനറി ഓപ്പറേഷൻ വേണം, കൂടാതെ 3 പ്രോപ്പർട്ടീസ്: അസോസിയേറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഇത് 3ഉം നമുക്ക് വെരിഫൈ ചെയ്യണം. ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ അബീലിയൻ ഗ്രൂപ്പ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ അബീലിയൻ ആണ്, കമ്മ്യൂട്ടേറ്റീവ് ആണെന്നുള്ള പ്രോപ്പർട്ടി കൂടി നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടി വരും. ആദ്യം പറയേണ്ടത് ക്ലോസ്ഡ് ആണോ എന്നുള്ളതാണ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് A+IBയും C+IDയും രണ്ടെണ്ണം ആർബിട്രറി എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താണ്? നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കുന്നു, A+IB ഇൻറ്റു C+ID. A+IB ഇൻറ്റു C+ID മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ഞാൻ നേരിട്ട് എഴുതാലോ അല്ലെ? മൾട്ടിപ്ലിക്കേഷന്റെ സ്റ്റെപ്സ് ആവശ്യമില്ലല്ലോ. AC മൈനസ് BD പ്ലസ് I ഇൻറ്റു AD പ്ലസ് BC. ഇതാണ് ഇതിന്റെ രണ്ടിന്റെയും കൂടി പ്രോഡക്റ്റ്. ഇത് വീണ്ടും C0 എലമെന്റ് അല്ലേ? AC മൈനസ് BD റിയൽ ആണ്, AD പ്ലസ് BCയും റിയൽ ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് C0 എന്നുള്ള സെറ്റിലെ ഒരു പോയിന്റ് ആണ്. C0 ആവണമെങ്കിൽ ഇത് 0 ആവരുത് എന്നൊരു കണ്ടീഷനും കൂടി ഉണ്ട്. രണ്ട് നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരിക്കലും 0 എന്നുള്ള ആൻസർ വരില്ല എന്നുള്ളത് നമുക്കറിയാം. A ഇൻറ്റു B ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെങ്കിൽ either A ഈക്വൽ ടു 0 അല്ലെങ്കിൽ B ഈക്വൽ ടു 0 ആയിരിക്കണം. വേറെ A ആൻഡ് B ആർ കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പൊ ആ പ്രോപ്പർട്ടിയും കൂടി ഉള്ളത് കൊണ്ട് ഇത് C0 തന്നെ എലമെന്റ് ആണെന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഒരു ബൈനറി ഓപ്പറേറ്റർ ആണ്. അടുത്തത് വേണ്ടത് അസോസിയേറ്റിവിറ്റി. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സെറ്റില് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്നുള്ളത് നോൺ ഫാക്ട്സ് ആണ്. അപ്പൊ അതുകൊണ്ട് അസോസിയേറ്റിവിറ്റിയുടെ കേസിൽ നിങ്ങൾ വെറുതെ എഴുതിയാൽ മതിയാവും. സിൻസ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് അസോസിയേറ്റീവ് ഇൻ ദ സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, ഇറ്റ് ഇസ് അസോസിയേറ്റീവ് ഇൻ C0 ഓൾസോ എന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതിയാവും. ഇനി അടുത്തത് എന്താ വേണ്ടത്? മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് ഇതിലുണ്ടോ എന്നറിയണം. മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് 1 ആണ്. 1 C0 ഉണ്ടോ? പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ നമുക്ക് തോന്നാവുന്ന 1 റിയൽ നമ്പർ അല്ലേ, ഇത് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കളക്ഷൻ അല്ലേ എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരരുത്. റിയൽ നമ്പേഴ്സ് എല്ലാം കോംപ്ലക്സ് നമ്പേഴ്സും ആണ്, വിത്ത് ഇമാജിനറി പാർട്ട് 0. ഇമാജിനറി പാർട്ട് 0 ആയിട്ട് വരുന്ന കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് എല്ലാ റിയൽ നമ്പേഴ്സും. അപ്പൊ 1 എന്നുള്ള നമ്പർ C0 എന്നുള്ള സെറ്റിലുണ്ട്. അതിന് എനിക്ക് എങ്ങനെ എഴുതാം? there exists 1 equal to 1 plus I into 0 element of C0. ഈ 1ന്റെ പ്രോപ്പർട്ടി എന്താണ്? ഏത് A+IB യെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് A+IB തന്നെ കിട്ടും. അപ്പൊ C0 ഐഡന്റിറ്റി എലമെന്റ് 1 ഉണ്ട് എന്നുള്ളതും കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? എല്ലാ എലമെന്റ്സിനും
മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു ആർബിട്രറി എലമെന്റ് എ പ്ലസ് ഐ ബി എടുക്കുക, എന്നിട്ട് അതിന്റെ ഇൻവേഴ്സ് ഈ സെറ്റിൽ തന്നെ ഉണ്ട് എന്ന് കാണിക്കണം. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/a+ib ആണ്. നമുക്കറിയാം a+ib യുടെ ഇൻവേഴ്സ് 1/a+ib ആണ്. പക്ഷെ 1/a+ib എന്നൊരു ഫോമിൽ എഴുതിയാൽ അത് C0 എന്നുള്ള സെറ്റിൽ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. കാരണം C0 എന്ന് പറഞ്ഞാൽ ഒരു റിയൽ പാർട്ട് പ്ലസ് ഐ ടൈംസ് ഇമാജിനറി പാർട്ട് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ 1/a+ib യെ C0 അഡ്മിസിബിൾ ആയ ഒരു ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതണം. അപ്പൊ നമുക്കറിയാം 1/a+ib ആണ് ഇൻവേഴ്സ്. ഈ 1/a+ib യെ ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെ അടുത്ത എയിം. 1/a+ib ഇതാണ് ശരിക്കുള്ള മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം, പക്ഷെ അത് C0 ഉണ്ട് എന്ന് ഉറപ്പിക്കണം. അതിന് ഡിനോമിനേറ്ററിൽ ഒരു കോംപ്ലക്സ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എപ്പോഴും ഉപയോഗിക്കുന്ന ടെക്നിക്ക്? കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഡിനോമിനേറ്റർ റിയൽ ആയിട്ട് മാറും. അപ്പൊ നമുക്കിത് റിയൽ ആൻഡ് ഇമാജിനറി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഞാൻ a-ib കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാണ്. 1 × a-ib എന്ന് പറഞ്ഞാൽ a-ib എന്ന് തന്നെ വരും, ഡിവൈഡഡ് ബൈ a+ib into a-ib. a+ib into a-ib എന്ന് പറഞ്ഞാൽ a+b into a-b ഫോം ആണ്, വിച്ച് ഇസ് a² - b². എനിക്കിവിടെ a-ib ന്യൂമറേറ്റർ അങ്ങനെ തന്നെ കിട്ടി, ഡിവൈഡഡ് ബൈ a². പിന്നെന്താ വരുന്നത്? മൈനസ് ബിയുടെ സ്ഥാനത്ത് ഇവിടെ ib ആണ് അല്ലെ. സോ മൈനസ് ib-യുടെ സ്ക്വയർ, i² -1 അല്ലേ. അപ്പൊ മൈനസും മൈനസും കൂടി പ്ലസ് ആയിട്ട് what we get is a² plus b². ഇതിന്റെ റിയൽ പാർട്ട് a/a² plus b²ഉം ഇമാജിനറി പാർട്ട് -b/a² plus b² ആണ്. അപ്പൊ എനിക്ക് കിട്ടി. പക്ഷെ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ഡിനോമിനേറ്റർ നോൺ സീറോ ആയിരിക്കണം. എന്നാലല്ലേ ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് a² plus b² സീറോ ആവുമോ? a² plus b² സീറോ ആവണമെങ്കിൽ a² എന്ന് പറഞ്ഞാൽ അതൊരു സ്ക്വയർ ആയതുകൊണ്ട് അത് നോൺ നെഗറ്റീവ് ആണ്, b² നോൺ നെഗറ്റീവ് ആണ്. അപ്പൊ നോൺ നെഗറ്റീവ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സിന്റെ സം സീറോ വരണമെങ്കിൽ ആ രണ്ട് നമ്പേഴ്സും സീറോ ആയിരിക്കണം. അതായത് എയും ബിയും രണ്ടും സീറോ ആണെങ്കിൽ മാത്രമേ a² plus b² സീറോ വരുള്ളൂ. ഇവിടെ എയും ബിയും രണ്ടും സീറോ ആവാന്ന് പറഞ്ഞാൽ a+ib സീറോ ആവും. a+ib സീറോ അല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. കാരണം C0 എന്ന് പറയുന്നത് നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ്. അപ്പൊ ഒരേ സമയം എയും ബിയും രണ്ടും കൂടി സീറോ ആവില്ല. അതുകൊണ്ട് a² plus b² നോൺ സീറോ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് ഈ കോംപ്ലക്സ് നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് C0 ഒരു എലമെന്റുമാണ്. അപ്പൊ ഏത് a+ib എടുത്താലും 1/a+ib is equal to a/a² plus b² minus I into b/a² plus b² എന്നുള്ള ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി കമ്മ്യൂട്ടേറ്റിവിറ്റിയുടെ കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. കോംപ്ലക്സ് നമ്പേഴ്സിന് അസോസിയേറ്റിവിറ്റിയും കമ്മ്യൂട്ടേറ്റിവിറ്റിയും ഉണ്ട്. അപ്പൊ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ് C0. സീറോ എന്നുള്ള ഒരു എലമെന്റിനെ കളഞ്ഞിരിക്കുന്നു. ആ സബ്സെറ്റിലും അസോസിയേറ്റിവിറ്റിയും കമ്മ്യൂട്ടേറ്റിവിറ്റിയും ഉണ്ട്. അതുകൊണ്ട് നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഒരു അബീലിയൻ ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. അടുത്ത പ്രോബ്ലം പറയുന്നത് സെറ്റ് ഓഫ് ഓൾ n/n നോൺ സിംഗുലർ മെട്രിസസ്. നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനന്റ് നോൺ സീറോ ആയിട്ടുള്ള n ഓർഡർ ഉള്ള സ്ക്വയർ മെട്രിസസ്. അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് n/n നോൺ സിംഗുലർ മെട്രിസസ്. ഹാവിംഗ് ദെയർ എലമെന്റ്സ് ആസ് റാഷണൽ നമ്പേഴ്സ്. എൻട്രി ചെയ്യുന്ന എല്ലാ എലമെന്റ്സും റാഷണൽ നമ്പേഴ്സ് ആണ്. ഇസ് എ നോൺ അബീലിയൻ ഗ്രൂപ്പ് വിത്ത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ ഒരു നോൺ അബീലിയൻ ഗ്രൂപ്പ് ആണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. നമുക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതുകൊണ്ടാണ് അവിടെ നോൺ അബീലിയൻ ഗ്രൂപ്പ് എന്നുള്ള ടേം വന്നിരിക്കുന്നത്. എന്തൊക്കെ ചെയ്യണം? ആദ്യം നമുക്ക് അറിയേണ്ടത് ഓപ്പറേഷൻ ബൈനറി ആണോ എന്നറിയണം അല്ലെ.
അപ്പൊ നമ്മൾ എടുക്കുന്നത് രണ്ട് ഓർഡർ എന്നുള്ള സ്ക്വയർ മെട്രിസസ് ആണ്. അതിലെ എൻട്രികൾ എല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ്. ഓർഡർ എന്നുള്ള രണ്ട് സ്ക്വയർ മെട്രിസസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? വീണ്ടും ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, അതിന്റെ ഓർഡർ n തന്നെയാണ്. മൾട്ടിപ്ലൈ ചെയ്യാനും ആഡ് ചെയ്യാനും എടുത്തിട്ടുള്ള എല്ലാ ക്വാണ്ടിറ്റീസും റാഷണൽ നമ്പേഴ്സ് ആണ്. റാഷണൽ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താലും ആഡ് ചെയ്താലും ഒക്കെ കിട്ടുന്ന ആൻസർ വീണ്ടും റാഷണൽ നമ്പർ ആണ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് ഉറപ്പിക്കാൻ പറ്റും? ഓർഡർ എന്നുള്ള റാഷണൽ എൻട്രീസ് ഉള്ള രണ്ട് സ്ക്വയർ മെട്രിസസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ഓർഡർ എന്നുള്ള റാഷണൽ എൻട്രീസ് ഉള്ള സ്ക്വയർ മെട്രിക്സ് ആണ്. അത് മാത്രം പോരാ, നമുക്ക് ഇവിടെ ഒരു അഡീഷണൽ കണ്ടീഷൻ കൂടി ഉണ്ട്. എന്താണ് കണ്ടീഷൻ? നോൺ സിംഗുലർ ആയിരിക്കണം. നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് നോൺ സീറോ ആയിരിക്കണം. നമുക്കറിയാം ഡിറ്റർമിനന്റ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി ആണ്. എയും ബിയും നോൺ സിംഗുലർ മെട്രിസസ് ആയതുകൊണ്ട് ഡിറ്റർമിനന്റ് എ നോൺ സീറോ ആണ്, ഡിറ്റർമിനന്റ് ബിയും നോൺ സീറോ ആണ്. അപ്പൊ അവരുടെ പ്രോഡക്റ്റും നോൺ സീറോ ആയിരിക്കും. സോ ഡിറ്റർമിനന്റ് എ ബി ഇസ് നോൺ സീറോ. അപ്പൊ അതുകൊണ്ട് n ഓർഡർ ഉള്ള സ്ക്വയർ മെട്രിക്സ് ആണ്, റാഷണൽ എൻട്രീസ് ആണ്, നോൺ സിംഗുലറും ആണ്. എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈഡ് ആണല്ലോ. അതുകൊണ്ട് അവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേറ്റർ ആണ് എന്നുള്ളത് കിട്ടും. ഇനി ഗ്രൂപ്പിന്റെ 3 പ്രോപ്പർട്ടീസ് വെരിഫൈ ചെയ്യണം. അസോസിയേറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഇത് 3ഉമാണ് നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത്. അതിന് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. ഇൻ ജനറൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ് എന്നുള്ളത് കൊണ്ട് അത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ n/n സ്ക്വയർ മെട്രിക്സിന്റെ കേസിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മതി. We know that matrix multiplication is in general associative and hence it is associative in this set also എന്ന് നമുക്കൊരു സെന്റൻസ് അവിടെ എഴുതിയാൽ മതിയാവും. ഐഡന്റിറ്റി എലമെന്റ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റി എലമെന്റ് ഏതാണ്? ഐഡന്റിറ്റി മെട്രിക്സ് IN ആണ്. IN എന്നുള്ള ഐഡന്റിറ്റി മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ട്. ഈ IN എന്ന് പറഞ്ഞാൽ അത് ഏത് മെട്രിക്സ് ആണ്? ഡയഗണൽ എൻട്രീസ് 1ഉം ബാക്കി എല്ലാ എൻട്രീസും 0യും വരുന്ന മെട്രിക്സ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് IN. A into IN is equal to A for every A എന്നുള്ളത് ഈ ഐഡന്റിറ്റി മെട്രിക്സിന്റെ പ്രോപ്പർട്ടിയാണ്. IN into A ചെയ്താലും A തന്നെയാണ്. എന്തും കൂടി നമുക്ക് ഉറപ്പിക്കണം, ഇത് ഈ സെറ്റിലുണ്ട്. ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഈ സെറ്റിനകത്ത് ഉണ്ടാവണം, എന്നാലേ നമ്മുടെ കാര്യം നടക്കുള്ളൂ. ഈ സെറ്റിൽ ഉണ്ട് എന്ന് ഉറപ്പിക്കണം. അതിന് ഇതിന്റെ ഓർഡർ n ആണ്. ഇതിലുള്ള എൻട്രീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 0യും 1ഉം. രണ്ട് റാഷണൽ നമ്പേഴ്സ് ആണ് അല്ലെ? അപ്പൊ എല്ലാ എൻട്രീസും റാഷണൽ നമ്പേഴ്സ് ആണ്. ഇനി എന്തുകൂടി വേണം? നോൺ സിംഗുലർ ആയിരിക്കണം. അതിന് IN-ന്റെ ഡിറ്റർമിനന്റ് എത്രയാണെന്ന് നോക്കണം. ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എപ്പോഴും 1 ആണ്, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ IN ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. നോൺ സിംഗുലർ ആണ്, ഓർഡർ n ആണ്, എല്ലാ എൻട്രീസും റാഷണൽ ആണ്. എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈഡ് അല്ലേ? അപ്പൊ IN എന്നുള്ള എൻട്രി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ സെറ്റിലുണ്ട്. അതാണ് ഐഡന്റിറ്റി എലമെന്റ്. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ഇൻവേഴ്സ്. ഒരു മെട്രിക്സ് A തന്നു കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് എന്താണ്? ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. A ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് A ബൈ ഡിറ്റർമിനന്റ് A. Adjoint A divided by determinant A. ഇതാണ് ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ. ഈ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡിറ്റർമിനന്റ് A നോൺ സീറോ ആയിരിക്കണം. അതാണ് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന കണ്ടീഷൻ. നോൺ സിംഗുലർ എന്ന് തന്നിട്ടുണ്ട് അല്ലെ? ഈ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ നോൺ സിംഗുലർ എന്നുള്ള പ്രോപ്പർട്ടി ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡിറ്റർമിനന്റ് A നോൺ സീറോ ആയതുകൊണ്ട് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അത് എവിടെ വേണം? നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റിനുള്ളിൽ വേണം. ഇപ്പൊ നമ്മൾ ഇന്റിജേഴ്സിൽ മൾട്ടിപ്ലിക്കേഷൻ എടുത്തപ്പോ ഇൻവേഴ്സ് ഇല്ലെന്ന് പറഞ്ഞു. എന്താ കാരണം? 2ന് ഇൻവേഴ്സ് 1/2 ഉണ്ട്, പക്ഷെ അത് ആ സെറ്റിനുള്ളിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഗ്രൂപ്പ് അല്ല എന്ന് നമ്മൾ പറഞ്ഞത്. അതുപോലെ A ഇൻവേഴ്സ് എന്ന് പറയുന്ന അഡ്ജോയിന്റ് A ബൈ ഡിറ്റർമിനന്റ് A എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അത് ഈ സെറ്റിലുണ്ടോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അഡ്ജോയിന്റ് A ബൈ ഡിറ്റർമിനന്റ് A. ഇതിന്റെ ഓർഡർ എന്തായിരിക്കും?
ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്താണോ അത് തന്നെയാണ് അതിന്റെ അഡ്ജോയിന്റ് മെട്രിക്സിന്റെയും ഓർഡർ. അപ്പൊ അഡ്ജോയിന്റ് എയുടെ ഓർഡർ n/n² മെട്രിക്സ് ആയിട്ട് തന്നെയാണ് അതുള്ളത്. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് മെട്രിക്സിന്റെ ഓർഡർ മാറുന്നില്ല. അപ്പൊ ഇതൊരു n/n² മെട്രിക്സ് ആണ് എന്ന് മനസ്സിലായി. ഇനി അഡ്ജോയിന്റ് എയുടെ എൻട്രീസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? മൈനർ ഡിറ്റർമിനൻസ് കണ്ടെത്തിയിട്ടാണ് നമ്മൾ അഡ്ജോയിന്റ് എയിലെ ഓരോ എൻട്രീസും കണ്ടുപിടിക്കുന്നത്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഇവിടെ മെട്രിക്സ് ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി പറയാണ്. കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ച് ട്രാൻസ്പോസ് കണ്ടുപിടിച്ചാണ് നമ്മൾ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാറ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തും ആഡ് ചെയ്തും ഒക്കെ കിട്ടുന്ന ആൻസേഴ്സ് തന്നെയാണ് അഡ്ജോയിന്റ് എയിലെ എൻട്രികളായിട്ട് വരുന്നത്. റാഷണൽ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താലും ആഡ് ചെയ്താലും കിട്ടുന്ന ആൻസർ വീണ്ടും റാഷണൽ നമ്പർ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അഡ്ജോയിന്റ് എയിലെ എല്ലാ എൻട്രീസും റാഷണൽ നമ്പേഴ്സ് ആണ്. അതിനെ വീണ്ടും നമ്മൾ ഡിറ്റർമിനന്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഒരു റാഷണൽ നമ്പർ ആണ്, കാരണം റാഷണൽ നമ്പേഴ്സ് എൻട്രി ഉള്ള ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. റാഷണൽ നമ്പറിനെ റാഷണൽ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു, നോൺ സീറോ റാഷണൽ നമ്പർ കൊണ്ട്. അത് പ്രത്യേകം ഓർക്കണം, നോൺ സീറോ ആണെങ്കിൽ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. നോൺ സീറോ റാഷണൽ നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ എൻട്രികളെല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ് എന്ന് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഓർഡർ എന്നാണ്, എൻട്രികൾ എല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ്. ഇനി എന്ത് വേണം? ഡിറ്റർമിനന്റ് നോക്കണം. വാട്ട് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ്? ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് 1/ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ റാഷണൽ നമ്പർ ആണ്. 1/ഡിറ്റർമിനന്റ് ഓഫ് എയും ഒരു റാഷണൽ നമ്പർ ആണ്. ഇറ്റ് വിൽ ബി നോൺ സീറോ ഓൾസോ. ഡിറ്റർമിനന്റ് എ നോൺ സീറോ ആണ്, അതുകൊണ്ട് 1/ഡിറ്റർമിനന്റ് എ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നോൺ സീറോയും ആയിരിക്കും. അപ്പൊ എ ഇൻവേഴ്സും ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഓർഡർ n ഉള്ള റാഷണൽ എൻട്രീസ് ഉള്ള നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. എ ഇൻവേഴ്സ് നമ്മുടെ സെറ്റിനകത്ത് തന്നെ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള പ്രോപ്പർട്ടി കിട്ടി. സോ ദിസ് ഇസ് എ ഗ്രൂപ്പ് അണ്ടർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി നമുക്ക് എന്തുകൂടി കാണിക്കണം? നോൺ അബീലിയൻ ആണ് എന്ന് കാണിക്കണം. അതായത് കമ്മ്യൂട്ടേറ്റിവിറ്റി ഇവിടെ ഇല്ല എന്നുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടി നമുക്ക് വെരിഫൈ ചെയ്യാനുണ്ട്. ഒരു സംഭവം ഉണ്ട് എന്ന് കാണിക്കണമെങ്കിൽ, ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്ന് കാണിക്കണമെങ്കിൽ അത് എല്ലാ എലമെന്റ്സിനും ട്രൂ ആണ് എന്ന് തന്നെ കാണിക്കേണ്ടി വരും. പക്ഷെ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അത് ട്രൂ അല്ല എന്ന് കാണിക്കാൻ ഒരു കൗണ്ടർ എക്സാമ്പിൾ ഉണ്ടായാൽ മതി. അപ്പൊ ഇവിടെ നോൺ അബീലിയൻ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഈ കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്ത ഏതെങ്കിലും ഒരു പെയർ മെട്രിസസ് കൊടുത്താൽ മാത്രം മതി. ഓർഡർ എന്ന് പറഞ്ഞാൽ n ആർബിട്രറി ആണ്. ഇൻ ജനറൽ നമുക്ക് എഴുതാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല, അതുകൊണ്ട് ഇത് നോൺ അബീലിയൻ എന്ന്. ചിലപ്പോൾ ചില കേസിൽ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ പറയാനൊക്കെ പറയാം. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പം 2x2 മെട്രിസസ് എടുക്കുന്നതാണ്. ഇവിടെ ടെക്സ്റ്റില് സ്പെസിഫിക് ആയിട്ട് എക്സാമ്പിൾസ് ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾ റാൻഡം ആയിട്ട് ഏതെങ്കിലും 2 മെട്രിസസ് എടുക്കുക. ശ്രദ്ധിക്കേണ്ടത് സീറോ മെട്രിക്സോ ഐഡന്റിറ്റി മെട്രിക്സോ എടുക്കരുത്. സീറോ മെട്രിക്സോ ഐഡന്റിറ്റി മെട്രിക്സോ എടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ കേസുകളിൽ കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ടാവും. അപ്പൊ സീറോ മെട്രിക്സും ഐഡന്റിറ്റി മെട്രിക്സും അല്ലാത്ത, സിമെട്രി ഇല്ലാത്ത, A = A ട്രാൻസ്പോസ് ടൈപ്പ് ഒന്നും അല്ലാത്ത ഏതെങ്കിലും 2 ഓർഡർ 2 ഉള്ള മെട്രിസസ് എടുത്തിട്ട് A × B യും കണ്ടുപിടിക്കുക, B × A യും കണ്ടുപിടിക്കുക. കിട്ടുന്ന ആൻസേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. ആൻസേഴ്സ് ഡിഫറെന്റ് ആണ് എന്നുള്ളതിൽ നിന്ന് A × B ≠ B × A എഴുതിയിട്ട് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുക. അങ്ങനെയാണ് നോൺ അബീലിയൻ എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത്. സ്പെസിഫിക് എക്സാമ്പിൾ ചോദിച്ചിട്ടില്ലെങ്കിൽ അസോസിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മതിയാവും. ഇൻ ജനറൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് ഹെൻസ് ഹിയർ ഓൾസോ ഇറ്റ് ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്നൊരു സെന്റൻസ് എഴുതിയാൽ മതിയാകും. പക്ഷേ സ്പെസിഫിക് എക്സാമ്പിൾസ് ചോദിക്കാനുള്ള, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് എപ്പോഴും ഒരു എക്സാമ്പിൾ ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വീണ്ടും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനുമായി റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ജനറൽ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അത് കമ്മ്യൂട്ടേറ്റീവ് ആകുന്ന സ്പെഷ്യൽ സബ്സെറ്റ്സ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇനി വരുന്നത്. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് സ്ക്വയർ മെട്രിസസ് ഓഫ് ഓർഡർ 2 ആണ്.
പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എ ആൽഫ എന്നാണ് ഞാൻ ഈ മെട്രിസസിന് പേര് കൊടുക്കുന്നത്. എൻട്രീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എൻട്രി കോസ് ആൽഫ, സെക്കൻഡ് എൻട്രി മൈനസ് സൈൻ ആൽഫ. 2x2 മെട്രിക്സ് ആണ്. സെക്കൻഡ് റോയില് ഫസ്റ്റ് എൻട്രി സൈൻ ആൽഫ, അടുത്ത എൻട്രി കോസ് ആൽഫ. ഇങ്ങനെ ഒരു ഫോമിൽ വരുന്ന 2x2 മെട്രിസസ് ആണ് ഞാൻ എടുക്കുന്നത്. വേർ ആൽഫ ഈസ് എനി റിയൽ നമ്പർ. ഓക്കെ, ഈ സെറ്റ് കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് ആണ് അണ്ടർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇതാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് അണ്ടർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്തൊക്കെ വേണം? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈ പർട്ടിക്കുലർ സെറ്റിനുള്ളിൽ ബൈനറി ഓപ്പറേഷൻ ആണെന്ന് കാണിക്കണം. പിന്നെ അസോസിയേറ്റിവിറ്റി നമുക്ക് ഉണ്ട് എന്ന് സ്റ്റേറ്റ് ചെയ്താൽ മതി. ഐഡന്റിറ്റി എലമെന്റിനെ ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അത് ഈ സെറ്റിനുള്ളിൽ ഉണ്ട് എന്ന് കാണിക്കണം. എല്ലാ എലമെന്റ്സിന്റെയും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു, ആ ഇൻവേഴ്സ് ഇങ്ങനെ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ഈ സെറ്റിലെ മെമ്പേഴ്സ് ആണ് എന്ന് കാണിക്കണം. ഇൻ അഡീഷൻ ഇവിടെ നമ്മൾ കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രൂവ് ചെയ്യണം. ഇൻ ജനറൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് കമ്മ്യൂട്ടേറ്റിവിറ്റി ഇല്ല. അപ്പൊ ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഈ സെറ്റിലെ രണ്ട് ആർബിട്രറി എലമെന്റ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന് എ ആൽഫ എ ബീറ്റ എന്ന് രണ്ട് എലമെന്റ്സ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ എ ആൽഫ ഇൻറ്റു എ ബീറ്റ ഈക്വൽ ടു എ ബീറ്റ ഇൻറ്റു എ ആൽഫ ആണ് എന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് ചെയ്ത് കാണിക്കണം. ഇതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. അതിന് ആദ്യം എന്താ വേണ്ടത്? ബൈനറി ഓപ്പറേറ്റർ ആണോ എന്നറിയണം, അല്ലെ? ബൈനറി ഓപ്പറേറ്റർ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടേ? ഈ സെറ്റിലെ രണ്ട് എലമെന്റ്സ് എടുക്കുക, രണ്ട് ആർബിട്രറി എലമെന്റ്സ് എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, കിട്ടുന്ന ആൻസർ ഈ സെറ്റിൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഈ സെറ്റിലെ രണ്ട് ആർബിട്രറി എലമെന്റ്സ് എടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ ആൽഫ, ഇവിടെ ആൽഫയാണ് വേരി ചെയ്യുന്നത്, അല്ലെ? അപ്പൊ എ ആൽഫ എ ബീറ്റ രണ്ടെണ്ണം എടുത്തു. എ ആൽഫ ഇൻറ്റു എ ബീറ്റ എന്താണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നിങ്ങൾക്കും എന്റെ ഒപ്പം വേണമെങ്കിൽ നോട്ടൊക്കെ എടുത്ത് വെച്ച് എഴുതാം കേട്ടോ. കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ. ഇതാണ് എന്റെ എ ആൽഫ ഇൻറ്റു എ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? കോസ് ബീറ്റ മൈനസ് സൈൻ ബീറ്റ. അടുത്ത എൻട്രി ആണ് അത് കേട്ടോ. കോസ് ബീറ്റ മൈനസ് സൈൻ ബീറ്റ എന്ന് വായിക്കരുത്. സൈൻ ബീറ്റ കോസ് ബീറ്റ. ഈ പ്രോഡക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാ നമ്മൾ ചെയ്യുക? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അതാണ് നമ്മുടെ ആദ്യത്തെ എൻട്രി. ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ, ഇതിനെ കോസ് ബീറ്റ സൈൻ ബീറ്റ എന്നുള്ള കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എൻട്രീസ് എങ്ങനെ വരും? കോസ് ആൽഫ കോസ് ബീറ്റ മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ. ഇതാണ് എന്റെ ആദ്യത്തെ എൻട്രി. അടുത്ത എൻട്രി എന്താണ്? ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ആണ് ചെയ്യേണ്ടത്. അപ്പൊ കോസ് ആൽഫ മൈനസ് സൈൻ ബീറ്റ വരും, മൈനസ് സൈൻ ആൽഫ കോസ് ബീറ്റ വരും. ഒരു മൈനസ് വേണമെങ്കിൽ കോമൺ ഫാക്ടർ പുറത്തെടുത്തൂടെ? മൈനസ് കോമൺ ഫാക്ടർ പുറത്തെടുത്താൽ വരുന്ന എൻട്രീസ് കോസ് ആൽഫ സൈൻ ബീറ്റ പ്ലസ് സൈൻ ആൽഫ, സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുകയാണ്, കോസ് ബീറ്റ. ഇനി അടുത്ത റോ എങ്ങനെയാ കിട്ടുക? സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. സൈൻ ആൽഫ കോസ് ബീറ്റ
പ്ലസ് കോസ് ആൽഫ സൈൻ ബീറ്റ. ലാസ്റ്റ് എൻട്രി കിട്ടണമെങ്കിൽ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. മൾട്ടിപ്ലൈ ചെയ്ത സൈൻ ആൽഫ മൈനസ് സൈൻ ബീറ്റ കോസ് ആൽഫ കോസ് ബീറ്റ. അപ്പൊ ഞാൻ പോസിറ്റീവ് ടേം ആദ്യം എഴുതുകയാണ്. എന്താ വരിക? കോസ് ആൽഫ കോസ് ബീറ്റ മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ. മാട്രിക്സ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി സൈൻ എ പ്ലസ് ബിയുടെ ഫോർമുല എന്താണ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ എ പ്ലസ് ബിയുടെ ഫോർമുല സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. നിങ്ങൾ ഈ മെട്രിക്സിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ഫോം ആണ് അല്ലെ ഈ എൻട്രി വന്നിരിക്കുന്നത്. ഇതിനെ എനിക്ക് സൈൻ ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതാം. അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ടൈപ്പ് എൻട്രി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ എനിക്ക് സൈൻ എ പ്ലസ് ബി എന്ന് എഴുതാം. പിന്നെ കോസ് എ പ്ലസ് ബിയുടെ ഫോർമുല എന്താണ്? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ആ എൻട്രി ആണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഈ രണ്ട് എൻട്രീസ് സെയിം ആണ്. ഈ മെട്രിക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു കോസ് ആൽഫ പ്ലസ് ബീറ്റ. ഇവിടെ ഞാൻ ഒരു മൈനസ് കോമൺ ഫാക്ടർ പുറത്തെടുത്തിട്ടുണ്ട്. സോ മൈനസ് സൈൻ ആൽഫ പ്ലസ് ബീറ്റ. താഴത്തെ എൻട്രി സൈൻ ആൽഫ പ്ലസ് ബീറ്റ. അടുത്ത എൻട്രി കോസ് ആൽഫ പ്ലസ് ബീറ്റ. ആംഗിളിന്റെ സ്ഥാനത്ത് ആൽഫ പ്ലസ് ബീറ്റ വരുന്ന എ എന്നുള്ള മെട്രിക്സ് തന്നെയല്ലേ ഇത്? ഇതിനകത്ത് എനിക്ക് എ ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതാം. ഇത് നമ്മുടെ സെറ്റിലെ മെമ്പർ ആണ്. അപ്പൊ സെറ്റിലെ രണ്ട് ആർബിട്രറി എലമെന്റ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ഈ സെറ്റിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ സെറ്റിനുള്ളിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒരു ബൈനറി ഓപ്പറേറ്റർ ആണ്. ഫസ്റ്റ് പാർട്ടേ ആയിട്ടുള്ളൂ കേട്ടോ. ബൈനറി ഓപ്പറേറ്റർ ആണെന്ന് നമുക്ക് കിട്ടി. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ജനറൽ അസോസിയേറ്റീവ് ആണ്. അപ്പൊ അസോസിയേറ്റിവിറ്റി ഇവിടെയും ഉണ്ട് എന്നുള്ളത് നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. അടുത്തത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഐഡന്റിറ്റി എലമെന്റ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് I2 ആണ് എന്ന് നമുക്കറിയാം. ഇവിടെ ഓർഡർ 2 ആയതുകൊണ്ട് I2. അപ്പൊ എന്റെ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് I2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1 0 0 1. ഇതാണ് എന്റെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റ്. പക്ഷെ ഇയാള് എവിടെ ഉണ്ടോ എന്ന് നമുക്കറിയണം. നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ സെറ്റിലുണ്ടോ എന്ന് അറിയണം. ഈ സെറ്റിലെ എലമെന്റ്സിന്റെ സ്വഭാവം എന്താണ്? ആൽഫ ഒരു റിയൽ നമ്പർ ആണെങ്കിൽ കോസ് ആൽഫ മൈനസ് സൈൻ ബീറ്റ, സൈൻ ബീറ്റ കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ, സൈൻ ആൽഫ കോസ് ആൽഫ. ഈ ടൈപ്പിലുള്ള എൻട്രീസേ ഇവിടെ ഉള്ളൂ. ഇതിനെ നമുക്ക് അങ്ങനെ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതായത് കോസ് ആൽഫയുടെ വാല്യൂ 1 എന്ന് പറയണം. എപ്പോഴാ കോസ് 1 ആവുന്നത്? 0-ലാണെന്ന് നമുക്കറിയാം അല്ലെ? അതിന് ഇത് ട്രൂ ആകുമോ എന്ന് നമുക്ക് നോക്കാം. ഇതിനെ അപ്പൊ എനിക്ക് 1-ന് പകരം എനിക്ക് കോസ് 0 എന്ന് എഴുതാം. അടുത്ത 0 ആണ്. 0-ന് പകരം എനിക്ക് എന്തെഴുതാം? സൈൻ 0 എന്ന് എഴുതിക്കൂടെ? സൈൻ 0 0 ആണ്. ഓക്കെ, മൈനസ് സൈൻ 0 എടുത്താലോ? അതും 0 ആണ്. വീണ്ടും ഇതിനെ ഈ 0-നെ എനിക്ക് സൈൻ 0 എന്ന് എഴുതാം. ഈ 1-നെ എനിക്ക് കോസ് 0 എന്ന് എഴുതാം. അപ്പൊ എന്റെ ഐഡന്റിറ്റി മെട്രിക്സ് I2 എന്ന് പറഞ്ഞാൽ അത് എന്താണ്? A0 എന്നുള്ള സെറ്റാണ്. ആൽഫയ്ക്ക് 0 കൊടുത്താൽ കിട്ടുന്ന ഈ സെറ്റിലെ എലമെന്റ് ആണ് I2. അപ്പൊ ഐഡന്റിറ്റി മെട്രിക്സ് ആണ് നമ്മുടെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് നമുക്ക് അറിയാമായിരുന്നു. അത് A ആൽഫ എന്ന് പറയുന്ന സെറ്റിനകത്തെ മെമ്പർ ആണ് എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ആ കാര്യം നടന്നു. ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്. ഇനി എന്ത് വേണം? ഇൻവേഴ്സ് എലമെന്റ് ഈ സെറ്റിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇൻവേഴ്സ് ഉണ്ട് എന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ ഡിറ്റർമിനന്റ് നോൺ സീറോ ആയിരിക്കണം അല്ലെ? അപ്പൊ അതാദ്യം നമുക്ക് നോക്കാം.
അനീന അറ്റൻഡൻസ് എൻട്രി ചെയ്യൂ കേട്ടോ. ഓക്കെ, ആദ്യം നമുക്ക് നോൺ സിംഗുലർ മെട്രിക്സ് ആണോ എന്ന് നോക്കാം. നോൺ സിംഗുലർ ആണെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ തന്നെ പറ്റുള്ളൂ. ഡിറ്റർമിനന്റ് എ ആൽഫ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എ ആൽഫ എന്ന് പറഞ്ഞാൽ ഏത് മെട്രിക്സ് ആണ്? കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ, സൈൻ ആൽഫ കോസ് ആൽഫ എന്നുള്ള മെട്രിക്സ് ആണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ എന്താ വരിക? കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ, അതായത് കോസ് സ്ക്വയർ ആൽഫ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ആൽഫ, മൈനസ് സൈൻ സ്ക്വയർ ആൽഫ വരും. ആ മൈനസും മൈനസും കൂടി പ്ലസ് ആവും. അപ്പൊ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ, ഇതാണ് ഡിറ്റർമിനന്റ്, which is equal to 1. അപ്പൊ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ് എന്ന് കിട്ടി. ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ് എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, എന്തുകൂടി വേണം? ആ ഇൻവേഴ്സ് ഈ സെറ്റിനകത്തുണ്ട് എന്നുകൂടി നമുക്ക് കാണിക്കണം. അതിന് എ ആൽഫയുടെ ഇൻവേഴ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. എ ആൽഫ ഇൻവേഴ്സ് ഈക്വൽ ടു adjoint A by determinant A. 2x2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഡയഗണൽ എൻട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ഓഫ് ഡയഗണൽ എൻട്രീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന കൂട്ടത്തില് സൈനും കൂടി മാറും അല്ലെ? സോ ദിസ് ഇസ് ഈക്വൽ ടു, നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചിട്ടും ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കാം കേട്ടോ. ഇതേ ആൻസർ തന്നെ കിട്ടും. ഇത് ഞാനിപ്പോ ഒരു സ്പെഷ്യൽ ടെക്നിക് ഉപയോഗിച്ചതാണ്. ഈ മൈനസ് സൈൻ ആൽഫ എന്നുള്ളത് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ പ്ലസ് ആവും. ഇവിടേക്ക് മൈനസ് സൈൻ ആൽഫ വരും, ഇവിടെ കോസ് ആൽഫ തന്നെ. ഇതാണ് അഡ്ജോയിന്റ് എ വരിക. ഡിറ്റർമിനന്റ് എ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ എഴുതേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ആവശ്യമുള്ള സെറ്റിലുള്ള ഫോം ആണോ? നമുക്ക് എന്ത് വേണമായിരുന്നു? ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ മൈനസ് സൈൻ വരണം, ഇവിടെ സൈൻ, ഇവിടെ സെയിം ആംഗിൾ, ഇങ്ങനെ വരണം അല്ലെ? എന്നാൽ മാത്രമേ അത് ഈ സെറ്റിലെ മെമ്പർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഇത് ഈ സെറ്റിലെ മെമ്പർ അല്ല എന്ന് തോന്നാം. പക്ഷേ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വി നോ ദാറ്റ് കോസ് മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ. അപ്പൊ എനിക്ക് കോസ് ആൽഫ എന്നുള്ളതിന് പകരം എന്തെഴുതാം? കോസ് മൈനസ് ആൽഫ എന്ന് എഴുതാം. ഓക്കെ, ഇനി സൈൻ മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ അത് മൈനസ് സൈൻ ആൽഫയാണ്. അപ്പൊ എനിക്ക് സൈൻ ആൽഫയ്ക്ക് പകരം വേണമെങ്കിൽ എന്തെഴുതാം? മൈനസ് സൈൻ മൈനസ് ആൽഫ എന്ന് എഴുതാം. കാരണം സൈൻ മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ആൽഫയാണ്. ഈ മൈനസും മൈനസും കൂടി പ്ലസ് ആവും. അപ്പൊ ഇത് സൈൻ ആൽഫ തന്നെ ആവും. ഇനി ഈ മൈനസ് സൈൻ ആൽഫയ്ക്ക് പകരം എനിക്ക് എന്തെഴുതാം? സൈൻ മൈനസ് ആൽഫ എന്ന് എഴുതാം. എഗെയിൻ കോസ് ആൽഫയ്ക്ക് പകരം കോസ് മൈനസ് ആൽഫ എന്ന് എഴുതുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇത് ഇപ്പൊ ആ സെറ്റിലുള്ള ഒരു മെട്രിക്സിന്റെ ഫോമായില്ലേ? വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് എ മൈനസ് ആൽഫ. ആൽഫ റിയൽ ആണെങ്കിൽ മൈനസ് ആൽഫയും റിയൽ ആണ്. അപ്പൊ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അസോസിയേറ്റീവ് ആണ് എന്നുള്ളത് മെട്രിക്സിന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഫോളോ ചെയ്തു. ഐഡന്റിറ്റി എലമെന്റ് I2നെ ഈ ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. അതുകൊണ്ട് ഇതിനകത്ത് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട് എന്നുള്ളത് കിട്ടി. എ ആൽഫയുടെ ഇൻവേഴ്സ് എ മൈനസ് ആൽഫയാണ് എന്നും കിട്ടി. എ മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഈ സെറ്റിലുള്ള എലമെന്റിന്റെ ഫോം ആണ്. അപ്പോ ഇത് ഒരു ഗ്രൂപ്പ് ആണ് എന്ന് കിട്ടി. പക്ഷെ ക്വസ്റ്റ്യനിൽ എന്തും കൂടി പറയുന്നുണ്ട്? അബീലിയൻ ഗ്രൂപ്പ് ആണ് എന്നുകൂടി പ്രൂവ് ചെയ്യാൻ പറയുന്നുണ്ട്. അബീലിയൻ ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എ ആൽഫ ഇൻറ്റു എ ബീറ്റ കണ്ടുപിടിച്ചാൽ കിട്ടുന്ന ആൻസർ തന്നെയാണ് എ ബീറ്റ ഇൻറ്റു എ ആൽഫ എന്ന് പ്രൂവ് ചെയ്യണം. അതിന് തുടക്കത്തിൽ വേണ്ട കാര്യം നമ്മൾ ഇവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെ? ഇവിടെ നമുക്ക് എ ആൽഫ ഇൻറ്റു എ ബീറ്റ കിട്ടിയിട്ടുണ്ട്. എ ആൽഫ ഇൻറ്റു എ ബീറ്റ എന്താണ്? എ ആൽഫ പ്ലസ് ബീറ്റ ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഫോളോയിങ് ദ സെയിം സ്റ്റെപ്സ് നമുക്ക് എന്ത് പറയാം? എ ബീറ്റ ഇൻറ്റു എ ആൽഫ, എ ബീറ്റ ഇൻറ്റു എ ആൽഫ ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇതേ സ്റ്റെപ്സ് തന്നെയല്ലേ ഇവിടെ വരുന്നത്? എന്താ വരിക? എ ബീറ്റ പ്ലസ് ആൽഫ എന്നായിരിക്കും കിട്ടുന്നത്. ഇവിടെ ആൽഫയും ബീറ്റയും ഒക്കെ റിയൽ നമ്പേഴ്സ് അല്ലേ? ആൽഫയും ബീറ്റയും ഒക്കെ റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് ആൽഫ പ്ലസ് ബീറ്റ ഇസ് സെയിം ആസ് ബീറ്റ പ്ലസ് ആൽഫ. ഓക്കെ,
അപ്പൊ എ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എ ബീറ്റ പ്ലസ് ആൽഫയുടെ ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ പർട്ടിക്കുലർ സബ്സെറ്റ് മെട്രിസസിന്റെ ഈ പർട്ടിക്കുലർ സബ്സെറ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഓക്കെ, ഇത് ഒരു അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ന് കിട്ടി. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരുന്ന എങ്ങനെ വരാം? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ്, മെട്രിക്സ് നോൺ സിംഗുലർ മെട്രിക്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് ആണോ? അപ്പൊ നമ്മുടെ ആൻസർ അല്ല എന്നാണ്. ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ ഒരു കൗണ്ടർ എക്സാമ്പിൾ കൊടുക്കണം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം, കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ള ഒരു സബ് ഗ്രൂപ്പ് ഇതിനുണ്ടോ എന്ന് ചോദിക്കാം. അതിന്റെ ആൻസർ യെസ് ആണ്. ഈ ഗ്രൂപ്പ് കമ്മ്യൂട്ടേറ്റീവ് അല്ലെങ്കിലും ഒരു സബ് ഗ്രൂപ്പ് ചിലപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആയിട്ട് വരാം. അങ്ങനെ കമ്മ്യൂട്ടേറ്റീവ് ആയി വരുന്ന ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ ഈ മെട്രിക്സ് എഴുതാൻ കിട്ടണം. ഓക്കെ, ഈ കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ, സൈൻ ആൽഫ കോസ് ആൽഫ വേർ ആൽഫ ഈസ് റിയൽ എന്നുള്ള ഫോമിലുള്ള മെട്രിസസിന്റെ കളക്ഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മളുടെ ആ പ്രോബ്ലം അവിടെ കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാൻ സമയമുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതുവരെ ചെയ്തതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓപ്പറേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതുവരെ നമ്മൾ ചെയ്തതിലൊക്കെ നമ്മൾ ചെയ്യുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ മെട്രിക്സ് അഡീഷൻ, അതല്ലെങ്കിൽ യൂഷ്വൽ അഡീഷൻ, യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചെയ്ത് ശീലമുള്ള കാര്യങ്ങളായിരുന്നു. ഇനി ആ ഓപ്പറേറ്ററിൽ വ്യത്യാസം വരുത്തുക. അങ്ങനത്തെ ടൈപ്പ് നമ്മൾ ഒരെണ്ണം ചെയ്തു, എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എ ബി ബൈ 2 എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ അല്ല. ആ ഓപ്പറേഷനിൽ അത് ഗ്രൂപ്പ് ആണെന്നും അതിന്റെ ഐഡന്റിറ്റി എലമെന്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി വരുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ജി എന്ന് പറയുന്ന സെറ്റ് ജി ഈക്വൽ ടു ഓർഡേഡ് പെയർ എ ബി ഫോമിലുള്ള നമ്പേഴ്സ് ആണ്. എയും ബിയും എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. ഇൻ അഡീഷൻ ടു ദാറ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. എ നോൺ സീറോ. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സെറ്റ് ജി. ഇതിനകത്ത് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ സ്റ്റാർ എന്ന് പറയുന്നത്, ഇതിലെ 2 എലമെന്റ്സ് എടുത്ത് ആ ഓപ്പറേഷൻ ചെയ്താൽ ഉത്തരം എന്ത്, അതാണ് ഈ സ്റ്റാറിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സാധാരണ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒക്കെ ആകുമ്പോൾ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് സ്റ്റാർ ഇസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്റ്റാർ ഇസ് അഡീഷൻ എന്നൊക്കെ പറയുന്നത്. ഇവിടെ പുതിയൊരു ഓപ്പറേഷൻ ഞാൻ ഡിഫൈൻ ചെയ്യാണ്. സ്റ്റാർ ആസ് എ ബി സ്റ്റാർ സി ബി ഇസ് ഈക്വൽ ടു, ആദ്യത്തെ അതിന്റെ എൻട്രി എ സി, രണ്ടാമത്തെ എൻട്രി ബി സി പ്ലസ് ടി. ഓക്കെ, ഇതാണ് എന്റെ സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ. ഇത് നോൺ അബീലിയൻ ഗ്രൂപ്പ് ആണ് എന്നാണ് എനിക്ക് കാണിക്കേണ്ടത്. എന്റെ ഫസ്റ്റ് ആദ്യം എന്ത് വേണം? ഇത് ബൈനറി ഓപ്പറേറ്റർ ആണെന്ന് അറിയണം. അത് നമുക്ക് ഈ ഡെഫിനിഷനിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് അല്ലെ. ഓർഡേഡ് പെയർസ് ആണ് ഗ്രൂപ്പിലെ എലമെന്റ്സ്. എ ബി സ്റ്റാർ സി ഡി ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ ഒരു ഓർഡേഡ് പെയർ തന്നെയാണ്. എയും ബിയും സിയും ഡിയും ഒക്കെ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് എ സി റിയൽ ആണ്, ബി സി പ്ലസ് ഡിയും റിയൽ ആണ്. ഇവിടെ ഒരു അഡീഷണൽ കണ്ടീഷൻ ഉള്ളത് എന്താണ്? ഈ ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എൻട്രി നോൺ സീറോ ആയിരിക്കണം. അപ്പൊ എനിക്ക് ഈ എൻട്രി നോൺ സീറോ എന്ന് കിട്ടണം. അതിനെനിക്ക് എന്തറിയാം? ഫസ്റ്റ് എൻട്രി എ നോൺ സീറോ ആണ്, സി നോൺ സീറോ ആണ്. അപ്പൊ അതുകൊണ്ട് എ ഇൻറ്റു സിയും നോൺ സീറോ ആയിരിക്കും. അപ്പൊ ഈ എ സി ബി സി പ്ലസ് ഡി എന്ന് പറയുന്നത് ജിയിലെ എലമെന്റ് ആണ്. അതുകൊണ്ട് സ്റ്റാർ ജിയുടെ ഉള്ളിൽ ഒരു ബൈനറി ഓപ്പറേഷൻ ആണ് എന്നുള്ളത് കിട്ടി. ഇനി സാധാരണ നമ്മുടെ അസോസിയേറ്റിവിറ്റി കമ്മ്യൂട്ടേറ്റിവിറ്റിയിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് എളുപ്പം അത് അസോസിയേറ്റീവ് ആണ് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമായിരുന്നു. അത് ഇവിടെ നടക്കില്ല. കാരണം ഇവിടെ ഒരു പുതിയ തരം ഓപ്പറേഷൻ ആണ്, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ഓപ്പറേഷൻ ആണ്. അപ്പൊ ഇവിടെ അസോസിയേറ്റിവിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ ചെയ്ത് കാണിക്കുക തന്നെ വേണം. അതിന് എ ബി സ്റ്റാർ സി ഡി ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇനി അതിന്റെ കൂടെ ഒരു എലമെന്റും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നോക്കാം. എ ബി സ്റ്റാർ സി ഡി, ഇത് ഞാൻ ആദ്യം ചെയ്യുന്നു. സ്റ്റാർ ഇ എഫ് ചെയ്താൽ എന്താണ് ആൻസർ എന്ന് നമുക്ക് നോക്കണം. ആദ്യത്തേത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ബൈ ഡെഫിനിഷൻ അത് എ സി ബി സി പ്ലസ് ഡി ആണ്. ഇനി എന്ത് ചെയ്യണം? സ്റ്റാർ ഇ എഫ് കണ്ടുപിടിക്കണം. ഓക്കെ,
So this is equal to, by definition എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് കോർഡിനേറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എ സിയും അപ്പുറത്ത് ഇ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ACE, അടുത്ത എൻട്രി എന്താണ്? BC. രണ്ടാമത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ ഇവിടെ BC പ്ലസ് D ആണ്. അതിനെ രണ്ടാമത്തെ മെട്രിക്സിന്റെ ആദ്യത്തെ എൻട്രി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് BC പ്ലസ് ഡിനെ എനിക്ക് ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് രണ്ടാമത്തെ മെട്രിക്സിന്റെ രണ്ടാമത്തെ എൻട്രി എഴുതണം, അതായത് എഫ്. ഇവിടെ എന്റെ രണ്ടാമത്തെ മെട്രിക്സ് എന്ന് പറയുന്നത് EF ആയിരുന്നല്ലോ, രണ്ടാമത്തെ ഓർഡേഡ് പെയർ എന്ന് പറയുന്നത് EF ആയിരുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ ACE ആണ് ഫസ്റ്റ് എൻട്രി. സെക്കൻഡ് എൻട്രി എന്ത് വരും? BCE പ്ലസ് DE പ്ലസ് F. ഇതാണ് A സ്റ്റാർ B സ്റ്റാർ CD സ്റ്റാർ EFന്റെ ആൻസർ. ഇനി അസോസിയേറ്റിവിറ്റിയുടെ മറ്റേ ഓർഡറിലുള്ള മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്ത് നോക്കണം. ഇതേ ഉത്തരം കിട്ടണം എങ്കിലാണ് നമുക്ക്, സോറി, A സ്റ്റാർ അല്ല, AB സ്റ്റാർ, ആദ്യം അവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ CD സ്റ്റാർ EF, ഈ ഓർഡറിൽ നമുക്ക് ചെയ്ത് നോക്കണം. അപ്പൊ ഇതേ ഉത്തരമാണോ കിട്ടുന്നത് എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതിന് AB അങ്ങനെ തന്നെ എഴുതി, സ്റ്റാർ CD സ്റ്റാർ EF ചെയ്താൽ ബൈ ഡെഫിനിഷൻ അത് എന്താണ്? ഫസ്റ്റ് കോർഡിനേറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പൊ CE എന്ന് കിട്ടി. പിന്നെ DE പ്ലസ് F എന്താണോ തന്നിരിക്കുന്ന ഡെഫിനിഷൻ അത് അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചേക്കുകയാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇനി വീണ്ടും സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണം അല്ലെ. ഫസ്റ്റ് കോർഡിനേറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ACE. പിന്നെന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് കോർഡിനേറ്റ് B ഇൻറ്റു രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ C. അപ്പൊ BCE, C ആന്ന് വെച്ചോ കേട്ടോ, BCE പ്ലസ് DE പ്ലസ് F, രണ്ടാമത്തെ ഓർഡേഡ് പെയറിലെ രണ്ടാമത്തെ എൻട്രി. ഓക്കെ, ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കൂ. ACE സെയിം എൻട്രി ആണ്. BCE പ്ലസ് DE പ്ലസ് F, BCE പ്ലസ് DE പ്ലസ് F. അപ്പൊ ഏത് ഓർഡറിൽ സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ അപ്ലൈ ചെയ്താലും ഒരേ ആൻസർ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ ഈ സെറ്റില് അസോസിയേറ്റീവ് ആണ് എന്ന് കിട്ടി. ഇനി ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ എന്നാണ് നമുക്ക് അടുത്തത് നോക്കേണ്ടത്. നമ്മുടെ ഓപ്പറേഷൻ എന്തായിരുന്നു? AB സ്റ്റാർ CD, ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ. ഇതിൽ നിന്ന് കിട്ടുന്ന ആൻസർ ബൈ ഡെഫിനിഷൻ AC BC പ്ലസ് D എന്നാണ്. ഈ CD എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റ് ആവണമെങ്കിൽ ഇത് എന്തിനോട് തന്നെ ഈക്വലന്റ് ആയിരിക്കണം? AB-യോട് ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ടു AB എന്ന് കിട്ടുകയാണെങ്കിലാണ് CD ഐഡന്റിറ്റി എലമെന്റ് ആവുന്നത്. അപ്പൊ അതായത് രണ്ട് ഓർഡേഡ് പെയർസ് സെയിം ആണെങ്കിൽ അതിന്റെ ഓരോ എൻട്രിയും സെയിം ആണോ അല്ലെ. അപ്പൊ AC എന്ന് പറയുന്നത് A തന്നെ കിട്ടണം. AC എന്ന് പറയുന്നത് A തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? C ഈക്വൽ ടു 1 ആണ് എന്ന് നമുക്ക് കിട്ടും. രണ്ടാമത്തത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? BC പ്ലസ് D ഈക്വൽ ടു B വരണം. BC പ്ലസ് D ഈക്വൽ ടു B അല്ലെ. BC പ്ലസ് D ഈക്വൽ ടു B എന്ന് വരണം. അതിന് നമുക്ക് ഓൾറെഡി എന്താ അറിയാം? C ഈക്വൽ ടു 1 ആണെന്ന് അറിയാം. സോ ദിസ് ഇംപ്ലൈസ് B പ്ലസ് D ഈക്വൽ ടു B. B പ്ലസ് D ഈക്വൽ ടു B എന്ന് പറഞ്ഞെങ്കിൽ എന്ത് വേണം? D 0 ആയിരിക്കണം. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി എലമെന്റ് ഏതാണ്? ഓർഡേഡ് പെയർ 1 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ഐഡന്റിറ്റി എലമെന്റ്. 1ഉം 0ഉം രണ്ട് റിയൽ നമ്പേഴ്സ് അല്ലേ. ഈ 1 0 എന്ന് പറയുന്ന എലമെന്റ് നമ്മുടെ സെറ്റ് അണ്ടർ കൺസിഡറേഷനിലുണ്ട്. അതുകൊണ്ട് ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എല്ലാ എലമെന്റ്സിനും ഇൻവേഴ്സ് ഉണ്ട് എന്ന് കാണിക്കണം. അപ്പൊ അതിന് വീണ്ടും ഒരു ആർബിട്രറി എലമെന്റ് AB എടുത്താൽ അതിന്റെ ഇൻവേഴ്സ് ആണ് CD എന്ന് വിചാരിക്കുക. AB യുടെ ഇൻവേഴ്സ് ആണ് CD എങ്കിൽ
എ ബി സ്റ്റാർ സി ഡി ചെയ്താൽ കിട്ടുന്ന ആൻസർ, അതായത് എ സി ബി സി പ്ലസ് ഡി എന്ന് പറയുന്നത് എന്താണ് എന്ന് എനിക്ക് കിട്ടണം? ഈക്വൽ ടു ഐഡന്റിറ്റി എലമെന്റ് 1 0 ആണ് എന്ന് കിട്ടണം. ഇത് ഈക്വൽ ആണെങ്കിൽ കോർഡിനേറ്റ്സ് കമ്പയർ ചെയ്യണം അല്ലെ. എ സി ഈക്വൽ ടു 1 എന്നുള്ളതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? സി ഈക്വൽ ടു 1/a എന്ന് കിട്ടും. സി ഈക്വൽ ടു 1/a. അടുത്തത് ബി സി പ്ലസ് ഡി ഈക്വൽ ടു 0. ബി സി പ്ലസ് ഡി ഈക്വൽ ടു 0 ഇപ്പൊ സി ഈക്വൽ ടു 1/a ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് b/a പ്ലസ് ഡി ഈക്വൽ ടു 0. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? d ഈക്വൽ ടു മൈനസ് b/a. ഓക്കെ, അപ്പൊ ഓർഡേഡ് പെയർ എ ബിയുടെ ഇൻവേഴ്സ് സി ഡി ആണ്. സി ഡി എന്ന് പറയുന്നത് എന്താണ്? 1/a മൈനസ് b/a. ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്? എ നോൺ സീറോ ആയിരിക്കണം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നതിന്റെ കാരണം മനസ്സിലാവുന്നത്. എ 0 ആണെങ്കിൽ 1/a മൈനസ് b/a എന്നുള്ള എലമെന്റ് എക്സിസ്റ്റ് ചെയ്യില്ല അല്ലെ. അപ്പൊ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്വസ്റ്റ്യനിൽ എന്ത് കണ്ടീഷൻ തന്നിരിക്കുന്നത്? എ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ തന്നിരിക്കുന്നത്. എ നോൺ സീറോ ആണ്, എയും ബിയും ഒക്കെ റിയൽ ആണ്, ഇതെല്ലാം റിയൽ എൻട്രീസ് ആണ്. അതുകൊണ്ട് ഇത് എവിടെയുണ്ട്? തന്നിരിക്കുന്ന സെറ്റ് ജിയിലുണ്ട്. അപ്പൊ എല്ലാ എലമെന്റ്സിനും ഇൻവേഴ്സ് ഉണ്ട്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട് അല്ലെ, എന്താണ്? നോൺ അബീലിയൻ ആണ് എന്ന് നമുക്ക് കാണിക്കണം. നോൺ അബീലിയൻ ആണെന്ന് കാണിക്കാൻ കമ്മ്യൂട്ടേറ്റിവിറ്റി ഇല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. കമ്മ്യൂട്ടേറ്റിവിറ്റി ഇല്ല എന്ന് നമുക്ക് എങ്ങനെ കാണിക്കാം? ബൈ ഡെഫിനിഷൻ എ ബി ഇൻറ്റു സി ഡി എന്ന് പറഞ്ഞാൽ എ സി കോമ ബി സി പ്ലസ് ഡി ആണ്. പക്ഷെ സി ഡി ഇൻറ്റു എ ബി ചെയ്താൽ എന്തായിരിക്കും എൻട്രി വരിക? സി എ. സി എ സെയിം ആസ് എ സി. അപ്പൊ ഫസ്റ്റ് എൻട്രി ഓക്കെ ആയി. പക്ഷെ രണ്ടാമത്തെ എൻട്രിക്ക് എന്ത് സംഭവിക്കും? ഇവിടെ നമുക്ക് എഴുതി നോക്കാം. സ്പേസ് ഇല്ല അല്ലെ, 20 എന്നെ ജാമ്പോർഡിൽ വർക്ക് ചെയ്തു. നമുക്ക് തിരിച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് എഴുതി നോക്കാം. സി ഡി സ്റ്റാർ എ ബി ചെയ്താൽ ആദ്യത്തെ എൻട്രി കുഴപ്പമില്ല, അത് സി എ ആണ്. അടുത്ത എൻട്രി എന്താ വരിക? ഫസ്റ്റ് മെട്രിക്സിന്റെ സെക്കൻഡ് ഇൻറ്റു സെക്കൻഡിന്റെ ഫസ്റ്റ് പ്ലസ് സെക്കൻഡിന്റെ സെക്കൻഡ്, അതായത് ഡി എ പ്ലസ് ബി എന്നാണ് വരുന്നത്. ഡി എ പ്ലസ് ബി നീഡ് നോട്ട് ബി ഈക്വൽ ടു ബി സി പ്ലസ് ഡി. ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. സോ എ ബി സ്റ്റാർ സി ഡി ഇസ് നോട്ട് ഈക്വൽ ടു സി ഡി സ്റ്റാർ എ ബി. അതുകൊണ്ട് ഇത് നോൺ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇത്രയുമാണ് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചത്. 4 പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. താങ്ക് യു.